Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോണ്ടന്റ് വെച്ചിട്ട് എങ്ങനെ കേക്കിലൊക്കെ ടോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഷൂ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ ഷൂ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു റേഡിയൻ പിങ്ക് ചേർത്തിട്ടാണ് ഈ ഒരു പിങ്ക് കളറ് കിട്ടിയിട്ടുള്ളത്. വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് ഞാനിവിടെ ഈ ഒരു ഷൂ ചെയ്യുന്നത്. എന്നിട്ട് ഫോണ്ടൻറ്റിനെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 3 ഷേപ്പിലായിട്ട് ഞാൻ 3 പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇത് ടോപ്പറിൻ്റെ കൂടൊക്കെ വരുന്ന ചെറിയൊരു പേപ്പറില്ലേ, ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പം 3 ഷേപ്പിൽ ആണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഫോണ്ടൻറ്റിനെ കറക്റ്റിന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഷൂ ആണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 പീസിനെയും 2 പീസ് വീതമായിട്ടാണ് കട്ട് ചെയ്യണത്. ഇപ്പോൾ ഇതിന് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ഷേപ്പും 2 പീസ് വീതമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷൂ വന്നിട്ടുള്ളത് വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ്. അപ്പോൾ അതിന് വൈറ്റ് കളർ വെച്ചിട്ട് ഇനി ഞാനിതിന് ലേസും അതേപോലെ ഈ ഷൂവിൻ്റെ അടിഭാഗവും കൊടുക്കണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫോണ്ടൻ്റ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തീരെ കട്ടി കുറച്ചിട്ടല്ല, കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പീസ് പിങ്ക് കളറിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ തീരെ കട്ടില്ലാണ്ട് കട്ട് ചെയ്തെടുക്കരുത്. കുറച്ചൊരു കട്ടിയിൽ വേണം കട്ട് ചെയ്യാൻ. ഒരുപാട് കട്ടി വേണ്ട, എന്നാലും അത്യാവശ്യം ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഷേപ്പിലായിട്ട് 3 ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഷൂവിന് വൈറ്റ് ഫോണ്ടൻ്റ് വെച്ചിട്ട് അതിലൊരു കയറ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ഹോൾസ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. 2 സൈഡിലും വേണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഒരു പീസ് വന്നിട്ടില്ലേ, 2 പീസാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു പീസിനും ഇതുപോലെ തന്നെ 3 ഹോൾസ് ഇട്ട് കൊടുക്കുക. ശേഷം ഇതുപോലത്തെ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത പോലെ തോന്നുന്ന രീതിയിൽ ഹോൾസ്, ചെറിയ ചെറിയ ലൈനായിട്ടുള്ള ഹോൾസ് വരുന്ന ഒരു ടൂളുണ്ട് ഫോണ്ടൻറ്റിൻ്റെ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പീസിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ലൈൻസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ക്രോസ് ആയിട്ടും ലൈൻസ് ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സാധാരണ ഇതൊരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടും ചെയ്താൽ മതിയിട്ട്. ഈ ഓരോ ലൈൻസോ അതിന് ഓരോ ലൈൻസ് ഇടുക, എന്നിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് വീണ്ടും ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ക്രോസ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ വരും.
ഇപ്പോൾ എല്ലാ പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാ പാർട്സിനെ എടുത്തിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു ഷൂ ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫൂട്ടിൻ്റെ ഷേപ്പിലുള്ള ഭാഗം എടുത്തിട്ട് അതിൽ ഗ്ലൂ വെച്ചിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഈ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വൈറ്റ് ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉള്ള ഈ ഒരു ഷേപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. പുറത്തേക്കായിട്ടല്ല, ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം വേണം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ള ഈ രണ്ട് ഭാഗം ഒരേ ലെവലിലായിരിക്കണം. ഒന്ന് കൂടുതലും ഒന്ന് കുറവായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഷൂവിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടൂല. രണ്ടും ഒരേ ലെവലിൽ വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ ശേഷം കട്ട് ചെയ്തതിലുള്ള ബാക്കി വന്നിട്ടുള്ള ഒരു പീസും കൂടി ഇല്ലേ, അത് ഈ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചെറിയ ഒരു കർവ് വന്ന ഭാഗം രണ്ട് ഭാഗത്തുമായിട്ട് നമ്മൾ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റിന് നിൽക്കും. പിന്നെ ഉള്ളിലേക്കായിട്ട് പോകണുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വേണമെങ്കിൽ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കട്ടി കുറച്ചിട്ട് ചെയ്യുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനെ കറക്റ്റിന് കിട്ടൂല. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ വേണം ചെയ്യാൻ. ഇനി നമുക്ക് ചെറിയ ഒരു 3-4 പീസ് കട്ട് ചെയ്തെടുക്കുക. അധികം കട്ടിയില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് നീളത്തിൽ ഉരുട്ടിയെടുത്താലും മതി. ലൈൻസ് പോലെ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിന് കയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ഫോണ്ടൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് അവിടെ സ്റ്റിക്കായിട്ട് ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ വീഴും. ഡ്രൈ ആവുന്ന സമയത്ത് താഴത്തേക്ക് വീഴും. പിന്നെ നമ്മൾ ഇതിനൊക്കെ വെള്ളം വെച്ചിട്ട് ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ടൊന്നും നമുക്ക് അതിന് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 3 കയറാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഓരോന്ന് വെക്കുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഹോൾസ് ഇല്ലേ, 3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഹോൾസിൻ്റെ കറക്റ്റിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ തീരെ ചെറിയ ലൈൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ പേപ്പർ കട്ട് ചെയ്തില്ലേ, ആ ഒരു പേപ്പർ കട്ട് ചെയ്തത് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഷൂവിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ അത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ കഴിയും. പിന്നെ അതിൻ്റെ അതേ ഷേപ്പിലുള്ള കട്ടറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് നമ്മളെ അടുത്തുള്ള ഷോപ്പിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റിന് തന്നെ ഷൂ മേക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയ ഭാഗത്തൊക്കെ വീണ്ടും നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഷൂ മേക്കിങ്. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ഷൂവിനും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഷൂ ചെയ്യണത് നമ്മൾ എന്നാണോ കേക്കിന് ഓർഡർ വന്നിട്ടുള്ള അതിൻ്റെ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തിരക്ക് പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ ഫോണ്ടൻറ്റിലുള്ള ഷൂവിനെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി ഓവനിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടിട്ടോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പിന്നീടുള്ള യൂസിനൊക്കെ എടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്